വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് അപ്ഡേറ്റ്. ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50 ഒരു നേരിയ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 39 പോയിന്റിന്റെ ഒരു ഇടിവിൽ 24,785 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി വരുമ്പോഴത്തേക്കും 55,404 എന്നൊരു ലെവലിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റ് ഇന്നത്തെ ഒരു ഫസ്റ്റ് സെഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സമ്മിശ്രമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്ന് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലും സൂചികയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട നിഫ്റ്റിയുടെ ലെവൽസുകൾ നോക്കാം. 24,832 എന്നൊരു ലെവലിലായിരുന്നു ഇന്ന് മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് എടുക്കുകയുണ്ടായത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 24,864 ഒരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലോവർ ലെവലിൽ 24,737 എന്നൊരു ലെവലിൽ ടച്ച് ചെയ്തതായിട്ടാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ നോക്കുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ 18 ഓഹരികളാണ് നിഫ്റ്റി 50 ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തി ട്രേഡിംഗ് തുടരുന്നത്. 32 ഓഹരികളിൽ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തി ട്രേഡ് ചെയ്യുന്ന ഓഹരിയിൽ ഒന്ന് അദാനി പോർട്സ് ആണ്. നിലവിൽ 1.31% മുന്നേറ്റമാണ് അദാനി പോർട്സിൽ കാണാൻ സാധിക്കുന്നത്. HDFC ലൈഫ് നോക്കുമ്പോൾ 1% ഒരു നേട്ടം നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജിയോ ഫൈനാൻസ് 0.86% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുന്നത്. കൂടാതെ ഭാരതി എയർടെൽ, SBI ലൈഫ്, NTPC, BL തുടങ്ങിയ ഓഹരിയിലൊക്കെ 0.5% ഒരു മുന്നേറ്റം ഇന്നത്തെ മാർക്കറ്റിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് FMCGയിൽ നിന്നുള്ള നെസ്ലെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നത്. 1.5% ഒരു ഇടിവാണ് നെസ്ലെ ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ 1.29% ഒരു ഇടിവാണ് രേഖപ്പെടുന്നത്. കൂടാതെ ബജാജ് ഓട്ടോ, ടാറ്റ കൺസ്യൂമേഴ്സ്, ITC, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹിൻഡൽകോ തുടങ്ങിയ ഓഹരിയിലൊക്കെ ഇന്ന് 1% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബാങ്കിംഗ് സൂചികയിൽ ഇന്ന് 8 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 4 ഓഹരികളാണ് ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ബാങ്കിംഗ് സൂചിക ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ട് മാത്രമേ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. കാനറ ബാങ്കിൽ 1.36% ഒരു നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഓഹരിയായി ഇന്ന് കാനറ ബാങ്ക് മാറിയിട്ടുണ്ട്. SBI നോക്കുമ്പോൾ 0.52% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. ആക്സിസ് ബാങ്കിലും ICICI ബാങ്കിലും IDFC ഫസ്റ്റ് ബാങ്കിലൊക്കെ തന്നെ ഒരു 0.5% തൊട്ട് താഴെ നിൽക്കുന്ന ഒരു നേട്ടം നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട് മാർക്കറ്റ്. ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് ഫെഡറൽ ബാങ്ക് ആണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നത്. 0.8% ഒരു ഇടിവുമായിട്ടാണ് ഫെഡറൽ ബാങ്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ 0.6% ഒരു ഇടിവ് കാണുന്നുണ്ട്. കോട്ടക് ബാങ്കിലും 0.2% ഒരു ഇടിവാണ് കാണുന്നത്. കൂടാതെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്കും ഒരു 0.2% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി NSEയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. നിലവിൽ ഇന്ന് മാർക്കറ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2,657 ഓഹരികളാണ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നിലവിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 1,511 ഓഹരികൾ നിലവിൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 1,074 ഓഹരികളിലാണ് ഇന്ന് മാർക്കറ്റിൽ ഇടിവ് കാണാൻ സാധിക്കുന്നത്. 74 ഓഹരികൾ അൺചേഞ്ച്ഡ് എന്നൊരു രീതിയിലുമാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്ന് 57 ഓഹരികൾ അപ്പർ സർക്യൂട്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോവർ സർക്യൂട്ടിൽ 31 ഓഹരികളാണ് NSEയിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റിലെ ഒരു 52 വീക്ക് ഹൈ പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്ന് 37 ഓഹരികൾ 52 വീക്ക് ഹൈ പ്രൈസ് ടച്ച് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ 13 ഓഹരിയിലാണ് ഇന്ന് ഒരു 52 വീക്ക് ലോവർ ലെവലിലുള്ള ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബ്രോഡ് മാർക്കറ്റ് ഇൻഡൈസസ് കൂടി ഒന്ന് പരിശോധിക്കാം. ബ്രോഡ് മാർക്കറ്റ് ഇൻഡൈസസിലോട്ട് പോകുമ്പോൾ നിലവിൽ ഇന്ന് നിഫ്റ്റി 50ക്ക് പുറമെ നിഫ്റ്റി 100, നിഫ്റ്റി 200 തുടങ്ങിയ സൂചികയിൽ മാത്രമാണ് നമുക്ക് ഫ്ലാറ്റ് ആങ്കിൽ കൂടി ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. ബാക്കി സൂചികയിലൊക്കെ ഇന്ന് മാർക്കറ്റ് ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുമ്പോഴത്തേക്കും 0.07% ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ട് കാണുന്നുണ്ട്. എന്നാൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് 100, സ്മോൾ ക്യാപ്പ് 50 തുടങ്ങിയ അത്തരത്തിലുള്ള സൂചികയിലൊക്കെ 0.5% ഒരു മുന്നേറ്റം ഇന്ന് മാർക്കറ്റിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്ടറൽ പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഇന്ന് സമ്മിശ്രമായ ഒരു രീതിയിലാണ് ഇത് സെക്ടേഴ്സിന്റെ ഒരു പെർഫോമൻസ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. FMCG 1.19% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു സെക്ടറായി ഇന്ന് മാറിയിരിക്കുകയാണ്. ആകെ FMCGയിൽ മാത്രമേ ഇന്ന് 1% മുകളിലേക്ക് ഒരു ഇടിവ് കാണുന്നുള്ളൂ. കൂടാതെ ഓട്ടോ സൂചിക, മെറ്റൽ, ഫാർമ, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇത്തരം ഇൻഡെക്സുകളിലൊക്കെ ഇന്ന് ഒരു ഇടിവുണ്ട്. എന്നാൽ നേട്ടത്തിലോട്ട് വരുമ്പോൾ ഇന്ന് ഒരു സൂചിക പോലും 1% മുകളിലേക്കുള്ള ഒരു മുന്നേറ്റം ഒന്നും രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ തന്നെയും ഒരു മികച്ച മുന്നേറ്റം എന്ന് പറയാവുന്ന നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന റിയൽറ്റി ആണ്. ഏകദേശം 0.67% ഒരു നേട്ടം റിയൽറ്റി സൂചികയിലുണ്ട്. കൂടാതെ IT സൂചിക, മീഡിയ, എനർജി, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സൂചികയിലൊക്കെ ഇന്ന്
0.5% താഴെയൊക്കെയുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FMCG സൂചികയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സൂചിയായി നിൽക്കുന്നത്. കാരണം ഈ ഒരു സൂചിക നോക്കുമ്പോൾ 1% മുകളിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ഈ ഒരു സൂചികയിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ നെസ്ലെ ഇന്ത്യ, ടാറ്റ കൺസ്യൂമേഴ്സ്, ITC തുടങ്ങിയ ഓഹരിയിലൊക്കെ 1% മുകളിലേക്കുള്ള ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്ന ഓഹരികൾ നോക്കുമ്പോൾ മരീക്കോ, കോൾപാൾ, കൂടാതെ ഡാബർ തുടങ്ങിയ ഓഹരിയിലൊക്കെ ഒരു നേരിയ തോതിലെങ്കിലും ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകളായ ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒക്കെ തന്നെ ഒരു നേരിയ രീതിയിലെങ്കിലും ഒരു 0.5% താഴെയൊക്കെയുള്ള ഇടിവ് ഇന്ന് FMCG സൂചികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസിലോട്ട് പോകാം. ആദ്യം ഒരു സ്റ്റോക്ക് ഇപ്പോഴൊരു അനലിസ്റ്റ് റെക്കമെൻഡേഷനിലുള്ളത് അബാർ ഇൻഡസ്ട്രീസ് ആണ്. ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്ന അനലിസ്റ്റ് മഹേഷ് ഓജയാണ്. അദ്ദേഹം ഹെൻസെക്സ് സെക്യൂരിറ്റീസിന്റെ നിന്നാണ് ഒരു റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന് അദ്ദേഹം പറയുന്നത് നിലവിൽ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 7,640, 46 ആ ഒരു റേഞ്ചിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന് നിലവിലൊരു ഹോൾഡ് എന്നൊരു പൊസിഷനാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ആ ഒരു സ്റ്റോക്ക് നിലവിലത്തെ ഒരു പ്രൈസിൽ നിന്ന്, അതായത് ഇന്നലത്തെ ഒരു ക്ലോസിൽ നിന്നൊക്കെ തന്നെ 8,500, 9,000 ലെവലിലോട്ടൊക്കെ ഒരു നിയർ ടൈമിൽ ഒരു പൊസിഷൻ അത്തരത്തിലേക്ക് ഒരു പ്രൈസ് ഒരു ഹൈക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. മാത്രമല്ല സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നോക്കുമ്പോൾ സ്റ്റോക്ക് നിലവിലൊരു ഫണ്ടമെന്റൽസിൽ നിലവിലൊരു മികച്ചൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗുഡ് പൊസിഷനാണ് നിലവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്നലെ ഒരു Q4 വന്നത് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ആണ്. ഇന്നലത്തെ Q4 വന്നപ്പോൾ മികച്ച ഒരു Q4, ഏകദേശം ഒരു 80% മുകളിലേക്കൊക്കെ ഒരു നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസിന് സാധിച്ചിരുന്നു. നിലവിലത്തെ ഒരു കറന്റ് പ്രൈസ് നോക്കുമ്പോൾ 3,985, 88 ഒരു ലെവലിലൊക്കെയാണ് ഒരു ട്രേഡിംഗ് ഇന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിന് ഒരു റെക്കമെൻഡേഷൻ ലഭിച്ചിരിക്കുന്നത് ഹോൾഡ് എന്നൊരു റെക്കമെൻഡേഷൻ ആണ്. കെവാത്ത് എന്ന് പറയുന്ന ഒരു അനലിസ്റ്റിൽ നിന്നാണ് ഈ ഒരു റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഒരു സൈഡ് വേസ് ട്രജക്ടറിയിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു ട്രേഡ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു ഹോൾഡ് പൊസിഷൻ, അതായത് ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യാമെന്നും മുന്നോട്ട് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ 4,070 വരേക്കുള്ള ഒരു ഷോർട്ട് ടൈം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തു നിന്നുള്ളത്. മാത്രമല്ല സ്റ്റോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് അദ്ദേഹം കരുതുന്നത് 4,880 എന്നുള്ളൊരു റെസിസ്റ്റൻസ്, ആ ഒരു ലെവലിലോട്ടൊക്കെ വരെ പ്രൈസ് ഹൈക്കിനുള്ള ഒരു സാധ്യതയും അദ്ദേഹം കാണുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അനലിസ്റ്റ് റെക്കമെൻഡേഷൻ ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും മാർക്കറ്റ് ഇന്ന് നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായ രീതിയിലാണ് നിലവിലത്തെ അവസ്ഥയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് അടുത്ത മണിക്കൂറിൽ കാണാം.